ട്രംപിന്റെ താരിഫ് പട്ടികയിൽ അടുത്തത് ഇന്ത്യയാണോ? അങ്ങനെയാണെങ്കിൽ തന്നെ ഒരു വ്യാപാര യുദ്ധം ഒഴിവാക്കാൻ ന്യൂഡൽഹിക്ക് കഴിയും. കാനഡ, ചൈന, മെക്സിക്കോ എന്നീ രാജ്യങ്ങൾക്ക് ഭീമമായ തീരുവ ചുമത്തി ഡൊണാൾഡ് ട്രംപ് താരിഫ് യുദ്ധത്തിന് തുടക്കമിട്ടിരിക്കുകയാണ്. മുൻകാലങ്ങളിൽ ഇന്ത്യയുടെ താരിഫ് ഘടനയെ വിമർശിച്ചിട്ടുള്ള US പ്രസിഡന്റ് ഇപ്പോൾ ഇന്ത്യയെ ഇക്കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഇന്ത്യയെ ഒഴിവാക്കി നിർത്തിയിരിക്കുന്നത് താൽക്കാലികമാണെന്ന് തീർച്ചയാണ്. എന്തായാലും ഇത് അറിഞ്ഞുവെച്ച് തന്നെ ഒരു ട്രേഡ് വാർ ഒഴിവാക്കാൻ ഇന്ത്യ തയ്യാറെടുക്കുന്നുണ്ട്. ഒരു പ്രതികരണ പദ്ധതി തയ്യാറാക്കുകയാണ് ഇന്ത്യ. നീക്കത്തിന്റെ ഭാഗമായി യൂണിയൻ ബജറ്റ് 2025 വാഷിംഗ്ടണിന് ഗുണം ചെയ്യുന്ന ചില ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവ വെട്ടിക്കുറച്ചിട്ടുണ്ട് ഇന്ത്യ. ട്രംപിന്റെ ഏറ്റവും പ്രിയപ്പെട്ട സാമ്പത്തിക ആയുധം. ഇവിടെ അവിടെ അങ്ങനെ കാണുന്ന എല്ലാത്തിനും എല്ലായിടത്തും താരിഫ്. ഡൊണാൾഡ് ട്രംപ് USന്റെ 3 പ്രമുഖ വ്യാപാര പങ്കാളികളായ കാനഡ, ചൈന, മെക്സിക്കോ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് താരിഫ് ചുമത്തി. പ്രത്യാഘാതങ്ങളോടെ ഒരു ശക്തമായ വ്യാപാര യുദ്ധത്തിന്റെ തുടക്കമാണ് ഈ നീക്കം. ഈ താരിഫ് പ്ലാൻ ഫെബ്രുവരി 1 മുതൽ പ്രാബല്യത്തിൽ വന്നു. കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നുമുള്ള സാധനങ്ങൾക്ക് 25% താരിഫ് ഏർപ്പെടുത്തി. ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 10% താരിഫ്. ഫെന്റനൈലിന്റെയും അതുപോലെ കുടിയേറ്റക്കാരുടെയും അളവ് കുറയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ട്രംപിന്റെ വാദവും. ഫെന്റനൈൽ ഒരു സിന്തറ്റിക് ഓപ്പിയോയിഡ് ആണ്, അതായത് ഡ്രഗാണ്. ഹെറോയിനേക്കാൾ 50 മടങ്ങ് ശക്തവും മോർഫിനേക്കാൾ 100 മടങ്ങ് ശക്തവുമാണ്. ഇത് പ്രധാനമായും ചൈനയിൽ നിന്നുള്ള ചേരുവകൾ ഉപയോഗിച്ച് മെക്സിക്കോയിലാണ് നിർമ്മിക്കുന്നത്. ഇനി കാര്യത്തിലേക്ക് വരാം. പലരും ഇപ്പോൾ ചോദിക്കുന്ന ആ ഒരു ചോദ്യം, ട്രംപിന്റെ താരിഫുകൾ ഒഴിവാക്കാൻ ന്യൂഡൽഹിക്ക്, അതായത് ഇന്ത്യക്ക് കഴിയുമോ, അതോ US പ്രസിഡന്റിന്റെ ഹിറ്റ് ലിസ്റ്റിൽ നമ്മൾ അടുത്തതാണോ എന്നതാണ്. തന്റെ പ്രസിഡൻഷ്യൽ പ്രചാരണ വേളയിൽ ഇന്ത്യയുടെ താരിഫ് ഘടനയെ വിമർശിച്ചിരുന്ന ട്രംപ് തന്റെ താരിഫ് യുദ്ധം ആരംഭിച്ചപ്പോൾ ഇന്ത്യയെ ഒഴിവാക്കി. കഴിഞ്ഞ സെപ്റ്റംബറിൽ ഇറക്കുമതി തീരുവയുടെ കാര്യത്തിൽ ഇന്ത്യയെ വെരി ബിഗ് എബ്യൂസർ, വളരെ വലിയ ദുരുപയോഗം ചെയ്യുന്നവർ എന്നാണ് ട്രംപ് പരാമർശിച്ചത്. അതുപോലെ 2019 ട്രംപ് ഇന്ത്യയെ താരിഫ് രാജാവ് എന്ന് മുദ്രകുത്തിയിരുന്നു. ട്രംപിന്റെ പരാമർശങ്ങൾ പരത്തുന്ന ഭീതി ചില്ലറയല്ലോ. വരാനിരിക്കുന്ന ഒരു താരിഫ് വാർ തടയാൻ ഉദ്ദേശിച്ച് തന്നെ ഇന്ത്യയും ചുവടുവയ്ച്ചു. വാഷിംഗ്ടണിൽ ഇന്ത്യ സ്വന്തം താരിഫുകൾ വെട്ടിക്കുറച്ചു. 2025 യൂണിയൻ ബജറ്റിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഹൈ എൻഡ് മോട്ടോർ സൈക്കിളുകൾ, കാറുകൾ, സ്മാർട്ട് ഫോൺ എന്നിവയുടെ കസ്റ്റംസ് തീരുവ വെട്ടിക്കുറയ്ക്കുന്നതായി പ്രഖ്യാപിച്ചു. ഇത് ഹാർലി ഡേവിഡ്സൺ, ടെസ്ല, ആപ്പിൾ പോലുള്ള അമേരിക്കൻ കമ്പനികൾക്ക് ഉത്തേജനം നൽകുമെന്ന് ഉറപ്പാണ്. എഞ്ചിൻ കപ്പാസിറ്റി 1600 cc കൂടാത്ത മോട്ടോർ സൈക്കിളുകൾക്ക് CBU, അതായത് കംപ്ലീറ്റ്ലി ബിൽറ്റപ്പുകളുടെ തീരുവ 50% നിന്ന് 40% കുറച്ചിട്ടുണ്ട്. എഞ്ചിൻ കപ്പാസിറ്റി 1600 cc കൂടുതലുള്ള വലിയ മോട്ടോർ സൈക്കിളുകൾക്ക് റിഡക്ഷൻസ് വീണ്ടും കൂടുതലാണ്. കൂടാതെ $40,000 മുകളിൽ വിലയുള്ള ആഡംബര കാറുകളുടെ താരിഫ് നിരക്ക് നേരത്തെ ചുമത്തിയിരുന്ന 125% നിന്ന് ഇപ്പോൾ 70% കുറച്ചിട്ടുണ്ട്. 50%, 125%, 100%, 40%, 35%, 30%, 25% എന്നിങ്ങനെ ഉയർന്ന നിരക്കുള്ള നിരക്ക് സ്ലാബുകൾ ഇല്ലാതായതായി റവന്യൂ വകുപ്പിന് നേതൃത്വം നൽകുന്ന ഇന്ത്യയുടെ ധനകാര്യ സെക്രട്ടറി തുഹിൻ കാന്ത പാണ്ഡെ ഉദ്ധരിച്ച് ദി ഹിന്ദു റിപ്പോർട്ട് ചെയ്തു. വ്യവസായ രംഗത്തിനും അതുപോലെ ലോകത്തിനും നമ്മൾ ഉയർന്ന താരിഫ് രാഷ്ട്രമല്ല എന്നതിന്റെ സൂചനയാണ് ഇതിലൂടെ നൽകുന്നതെന്നും, നേരത്തെ 11.55% നിന്ന് ശരാശരി താരിഫ് ഇപ്പോൾ 10.6% കുറച്ചതായും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. US ഗവൺമെന്റിന്റെ തീരുമാനങ്ങളെ ആശ്രയിച്ച് വരും മാസങ്ങളിൽ ഇന്ത്യൻ സർക്കാർ ഒരു സമ്പൂർണ്ണ പ്രതികരണ പദ്ധതി അവതരിപ്പിക്കുമെന്നാണ് റിപ്പോർട്ട്. അമേരിക്കൻ താരിഫുകൾ ആകർഷിക്കാൻ സാധ്യതയുള്ള സാധനങ്ങളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കാൻ ഇന്റർമിനിസ്റ്റീരിയൽ ചർച്ചകൾ നടക്കുന്നതായും റിപ്പോർട്ടുണ്ട്. ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയും മുൻനിര കയറ്റുമതി വിപണിയുമായതിനാൽ തന്നെ US-ഉമായുള്ള ഒരു വ്യാപാര യുദ്ധം ഒഴിവാക്കാൻ ന്യൂഡൽഹി ആഗ്രഹിക്കുന്നുവെന്ന് ഉറപ്പാണ്. അത് വ്യക്തവുമാണ് ഈ നീക്കത്തിലൂടെ. ഇക്കാരണത്താൽ തന്നെ ന്യൂഡൽഹി ഇതിനകം നിരവധി ഇനങ്ങളുടെ ഇറക്കുമതി നികുതി കുറച്ചത് വാഷിംഗ്ടണിന് ഗുണം ചെയ്യുമെന്ന് ഉറപ്പാണ്. US ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ വ്യാപാര പങ്കാളികൾക്ക് ബജറ്റ് പ്രഖ്യാപനങ്ങൾ നല്ല സൂചനയാണ് നൽകുന്നതെന്ന് സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസ് ചെയർമാൻ സഞ്ജയ് കുമാർ അഗർവാൾ പറയുന്നുണ്ട്. വ്യാപാര ഗവേഷണ സ്ഥാപനമായ ഗ്ലോബൽ ട്രേഡ് റിസർച്ച് ഇനിഷ്യേറ്റീവിന്റെ സ്ഥാപകനായ അജയ് ശ്രീവാസ്തവയും ഇതിനോട് യോജിക്കുന്നു. ഈ താരിഫ് കുറവുകളൊക്കെ US കയറ്റുമതി സുഗമമാക്കുന്നതിലേക്ക് മാറുമെങ്കിലും ഈ മാറ്റങ്ങൾ ഇന്ത്യയുടെ വ്യാപാര സമ്പ്രദായങ്ങളെക്കുറിച്ചുള്ള വാഷിംഗ്ടണിന്റെ നിലപാടിനെ സ്വാധീനിക്കുമോ അതോ തർക്കവിഷയമായി മാറുമോ എന്ന് കണ്ടറിയണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ശരിക്കും ട്രംപിന്റെ ഈ ഒരു സാമ്പത്തിക ചൂതാട്ടം ഇന്ത്യയെ മാത്രമല്ല ലോകത്തെ മുഴുവനായിട്ടാണ് ബാധിക്കുന്നത്. നീക്കങ്ങൾ നടത്തിയ ഇന്ത്യക്ക് ഇനി കാത്തിരിപ്പിന്റെ നാളുകളാണ്.